മകളെ 27th January 2024 ഷിഫ്റ്റ് 2-ലെ 17th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ദിസ് ഇസ് ഫ്രം വാട്ട് ആർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, ലിസൺ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ്, y is equal to y of x is the solution curve of the differential equation. Okay, what is that? Y is equal to y of x is the solution curve of the differential equation. X square minus 4 dy is equal minus y square minus 3x equal to 0. Okay, അപ്പൊ നമുക്ക് അങ്ങനെ സംഭവം തന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു സംഭവം കൂടി തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റ്യന്റെ അവസാനം ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ട്വിസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് മറ്റൊരു രീതിയിൽ അത് മാർക്ക് ചെയ്യാം. എന്താണ്? x greater than 2 y of 4 is equal to 3/2 and the slope of the curve is never 0, then the value of y of 10 is. Okay, the value of y of 10 എന്ന് പറയുമ്പോൾ ചോദ്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനൊരു ട്വിസ്റ്റും കൂടി എന്താ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ അവസാനം നമ്മൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ അത് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് തരുന്നത്. ഓക്കെ, സി നമുക്ക് നോക്കാം. നമുക്ക് ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അപ്പോൾ ആദ്യം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കൂ, ഈ ചോദ്യം എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 4 ഓക്കെ ഇൻറ്റു ഡി വൈ മൈനസ് y square minus 3y into dx is equal to what? 0. Okay, ശ്രദ്ധിക്കൂ, ലിസൺ. അപ്പൊ നമ്മളിവിടെ കണ്ടാൽ തന്നെ നമുക്ക് വാരിയബിൾ സെപ്പറബിൾ ആണെന്ന് പറയാം. നമുക്ക് വാരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാം. എങ്ങനെയാ? എക്സ് സ്ക്വയർ മൈനസ് 4 ഓക്കെ ഡി വൈ, അല്ലെങ്കിൽ ഫൈനലി ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കും. ഓക്കെ, ക്ഷമിക്കണം, ഡി വൈ, ഓ ഷിറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർ മൈനസ് 4 ഡി വൈ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് 3y ഡി എക്സ് എന്നായി. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഈസിലി ഇന്റഗ്രബിൾ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. സോ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 അല്ലെ ഈസ് ഈക്വൽ ടു ഡി വൈ ഡിവൈഡ് ബൈ വൈ സ്ക്വയർ മൈനസ് 3y എന്ന് വന്നു. ഓക്കെ, സോ നമുക്ക് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ദിസ് വൺ. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അപ്പൊ ഫസ്റ്റത്തത് എന്ന് പറഞ്ഞ സാധനം അല്ലെ, ആദ്യത്തെ സാധനം ഏതാ? ഈ എക്സ് സ്ക്വയർ മൈനസ് 4. ഓക്കെ, ഈ എക്സ് സ്ക്വയർ മൈനസ് 4 ഓക്കെ അല്ലെ, അതിന് എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്നാക്കാം. അത് ഏത് ഫോർമാറ്റ് ആണ്? പഠിച്ചൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ്. 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോർമാറ്റ് ആണ്. വാട്ട് ഇസ് ഇന്റഗ്രൽ 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ? നമുക്ക് 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ അല്ലെ. സോ 1/2 into 2 ലോഗ് മോഡ് ഓക്കെ എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എന്ത് വരും? എക്സ് പ്ലസ് 2 എന്ന് വരും. ഓക്കെ അല്ലെ, ഈസ് ഈക്വൽ ടു ഇനി ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇവനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എന്താക്കാണ് ചെയ്യാണ്. ഓക്കെ, ശ്രദ്ധിക്കും മക്കളെ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട്. അധികം ഞാൻ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നില്ല, എല്ലാം സ്റ്റാൻഡേർഡ് മെത്തേഡുകൾ ചെയ്യണം. ഓക്കെ, സോ എനിക്കിവിടെ 1/y സ്ക്വയർ മൈനസ് 3y ആണ് എനിക്ക് എന്താക്കേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഞാൻ 1 ഡിവൈഡ് ബൈ y ഇൻറ്റു വാട്ട് ഈസ് ദാറ്റ് y മൈനസ് 3 എന്ന് എഴുതി. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇത് കണ്ടാൽ തന്നെ ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ മാറ്റാം, എ ഡിവൈഡ് ബൈ വൈ അല്ലെ പ്ലസ് ബി ഡിവൈഡ് ബൈ എന്താണ്? y മൈനസ് 3. ഓക്കെ അല്ലെ. സോ ഗൈസ്, നമുക്ക് സാധാരണ പോലെ തന്നെ പാർഷ്യൽ ഫ്രാക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. സോ എ ഇൻറ്റു വൈ മൈനസ് 3 അല്ലെ പ്ലസ് ബി വൈ ഓക്കെ അല്ലെ ഡിവൈഡ് ബൈ വൈ ഇൻറ്റു വൈ മൈനസ് 3 അല്ലെ. അപ്പൊ 1 ഡിവൈഡ് ബൈ ഇവിടെ വൈ ഇൻറ്റു വൈ മൈനസ് 3 ഇത് കട്ടായിട്ട് പോയി. സോ 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വൈ മൈനസ് 3 പ്ലസ് ബി വൈ. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് വൈക്ക് 0 കൊടുക്കുക, അപ്പൊ എ കിട്ടും. അപ്പൊ എ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ? -1/3 എന്ന് കിട്ടും. അതുപോലെ തന്നെ വൈക്ക് 3 കൊടുത്താൽ ബി കിട്ടും. ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/3 കിട്ടും. ഓക്കെ അല്ലെ. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഈ ഇന്റഗ്രൽ എന്തായിട്ട് മാറി? ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡ് ബൈ വൈ സ്ക്വയർ മൈനസ് 3y അല്ലെ, അത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ഇന്റഗ്രൽ -1/3 ഡിവൈഡ് ബൈ വൈ പ്ലസ് y മൈനസ് 3 ഡിവൈഡഡ് ബൈ വാട്ട് 1/3 ഡിവൈഡഡ് ബൈ പ്ലസ് 1/3 ഡിവൈഡഡ് ബൈ y മൈനസ് 3. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റഗ്രേറ്റ് ചെയ്ത് -1/3 എടുത്ത് പുറത്തേക്ക് എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലോഗ് മോഡ് y മൈനസ് 3 ഡിവൈഡ് ബൈ y എന്ന് കിട്ടും. ഓക്കെ അല്ലെ. സോ ഇവിടെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ലിസൺ. ഓക്കെ, ഇവിടെ ഇവിടെ നമുക്ക് 1/3 പുറത്തുണ്ട് അല്ലെ. സോ 1/3 ഓക്കെ 1/3 ലോഗ് മോഡ് y മൈനസ് 3 ഡിവൈഡ് ബൈ y പ്ലസ് c എന്നായിട്ട് മാറി.
ഇനി നമുക്ക് എന്ത് മക്കളെ സി കണ്ടുപിടിക്കണം. അപ്പൊ സി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് y of 4 is equal to 3/2 എന്ന് റെഡിലി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. സോ y of 4 is equal to 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ y എന്താണ് 3/2 എന്നാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആദ്യം ഓരോന്ന് കൊടുത്തു നോക്കാം. സോ 1/4 ഇൻറ്റു എക്സിന് ഞാൻ 4 കൊടുക്കുകയാണ്. അപ്പൊ എക്സിന് 4 കൊടുത്താൽ 4 - 2 ഡിവൈഡ് ബൈ 4 + 2 അല്ലെ, 4/6 അഥവാ ഇവിടെ 2/3 എന്ന് വരും. ഓക്കെ, ഇനി 1/3 വൈക്ക് ഞാൻ 3/2 കൊടുക്കും. അപ്പൊ 3/2 - 3 ഡിവൈഡ് ബൈ y അല്ലെ എന്ന് പറയുന്ന സമയത്ത് 3/2 - 3 എന്ന് പറയുമ്പോൾ -3/2 ഡിവൈഡ് ബൈ അല്ലെ 3/2 - 3 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 3/2 - 3 എന്ന് പറഞ്ഞ സാധനം എന്താണ്, വാട്ട് ഈസ് 3/2 - 3 -3/2 ആണ് അല്ലെ, ഡിവൈഡ് ബൈ താഴെ എന്തുണ്ട് 3/2 ഉണ്ട്. അപ്പൊ രണ്ടും കൂടി കട്ടായും, അതെന്താവും 1 ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ലോഗ് 1 എന്താണ് 0 ആണ്. ഓക്കെ, ലോഗ് ഇതുണ്ട്. ഓക്കെ, ലോഗ് 1 എന്താണ് 0 ആണ്. സോ സിമ്പിളി പറയുകയാണെങ്കിൽ സി ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ആട്ട്, സി ഇസ് ഈക്വൽ ടു 1/4 ലോഗ് 2/3 എന്ന് കിട്ടി. ഓക്കെ, 1/4 ലോഗ് 1/3 എന്ന് കിട്ടി അല്ലെ, കാരണം ഇവിടെ 2/3 അല്ല കുഞ്ഞുങ്ങളെ, എന്താണ് 1/3 ആണ് അല്ലടാ, അതെ 1/3 ആണ്. 1/4 ലോഗ് 1/3 ഇതാണ് എന്ത് സി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സി കൂടി നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും നമുക്ക് നോക്കാം. ലിസൺ, നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ കുഞ്ഞുങ്ങളെ, നമ്മളെ സൊല്യൂഷൻ 1/4 ഓക്കെ ലോഗ് മോഡ് x - 2 ഡിവൈഡഡ് ബൈ x + 2 okay is equal to 1/3 log mod y - 3 divided by y അല്ലെ പ്ലസ് സി ന്റെ സ്ഥാനത്ത് എന്താ കിട്ടിയത് 1/4 log 1/3. അതവിടെ കിടക്കട്ടെ. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് വേണ്ടത് കുഞ്ഞുങ്ങളെ, നമുക്ക് വേണ്ടത് y of 10 is equal to ആണ് അല്ലെ. y of 10 is equal to എന്ന് പറയുന്ന സമയത്ത് എക്സിന് 10 കൊടുത്ത സമയത്ത് y is equal to എന്താണ് അല്ലെ, എക്സിന് 10 കൊടുക്കുമ്പോൾ y is equal to എന്താണ്, എക്സിന് 10 കൊടുക്കുമ്പോൾ y is equal to എന്താണ്, അതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, അപ്പൊ ഞാൻ എക്സിന് 10 കൊടുക്കുകയാണ്. വാട്ട് ഇസ് ദാറ്റ് 1/4 അല്ലെ ലോഗ് അല്ലെ. അപ്പൊ ഇവിടെ 10 - 2 എന്ന് പറയുമ്പോൾ 8 ഡിവൈഡ് ബൈ 12 എന്ന് വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു 1/3 ലോഗ് മോഡ് y - 3 ഡിവൈഡ് ബൈ y ഇസ് പ്ലസ് 1/4 ലോഗ് 1/3. കുഞ്ഞുങ്ങളെ നോക്കൂ, ഇവിടെ നമ്മുടെ ഈ 8/12 എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്താൽ അല്ലെ, മൊത്തം 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും 2 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. ഈ 1/4 ഞാൻ ഇങ്ങോട്ടേക്ക് വലിച്ചെന്ന് ഇരിക്കുക, 1/4 ലോഗ് 1/3 ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ലോഗ് 2/3 ഡിവൈഡ് ബൈ 1/3 അല്ലെ, ഇത് കിട്ടും എന്താണ് 1/3 ലോഗ് ഓക്കെ y - 3 ഡിവൈഡ് ബൈ y. ഓക്കെ, മാത്രമല്ല ഞാൻ എന്താക്കാണ്, ഓക്കെ ഈ സ്റ്റെപ്പിൽ തന്നെ ഈ 3നെ ഞാൻ എന്താക്കാണ് ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ്. അപ്പൊ ഇവിടെ 3 ഇവിടെ വരും. സോ നമുക്കിവിടെ 3/4. ഓക്കെ, ഇതെന്ത് കട്ട് ചെയ്ത് ലോഗ് 2 എന്നായി. ഓക്കെ, ലോഗ് 2 ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് y - 3 ഡിവൈഡ് ബൈ y എന്നായിട്ട് മാറി. അപ്പൊ ഇവിടെ മക്കളെ ശ്രദ്ധിക്കേണ്ടത് ലോഗ് 2⁻³ ഓക്കെ അല്ലെ ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് y - 3 ഡിവൈഡ് ബൈ y എന്നായിട്ട് മാറി. അപ്പൊ അവിടെ 2⁻³ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് y - 3 ഡിവൈഡ് ബൈ എന്താണ് y അല്ലെ. അപ്പൊ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ മോഡുലസ് നമ്മൾ ഒഴിവാക്കണം. അപ്പൊ മോഡുലസ് ഒഴിവാക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. ഈ മോഡുലസിന്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ചുമ്മാ മോഡുലസ് എന്താക്കാം ഒഴിവാക്കാം. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചുമ്മാ ഒഴിവാക്കാൻ പറ്റില്ല. മോഡുലസ് ഒഴിവാക്കുന്ന സമയത്ത് അവിടെ എന്ത് വേണം, നെഗറ്റീവ് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ y - 3 ഡിവൈഡ് ബൈ y ഏകദേശം എവിടെ കിടക്കുന്നു എന്ന് നമ്മൾ നോക്കലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ക്വാണ്ടിറ്റീസ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലെ, ഏത് ക്വാണ്ടിറ്റീസ് നിങ്ങൾ നോക്കൂ, ശ്രദ്ധിക്കുക. x ഈസ് ഗ്രേറ്റർ ദാൻ 2 സമ്മതിച്ചു, x ഗ്രേറ്റർ ദാൻ 2 ആണ്. അതേപോലെ തന്നെ y of 4 ഇസ് ഈക്വൽ ടു എന്താണ് 3/2 ആണ്, അതും സമ്മതിച്ചു. y of 4 ഇസ് ഈക്വൽ ടു 3/2. ഓക്കെ, പിന്നെയോ അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ദ കർവ് ഈസ് നെവർ 0. ഓക്കെ, അഥവാ dy/dx ഒരിക്കലും എന്താവില്ല 0 ആവില്ല. അഥവാ dy/dx ഒന്നിക്കൽ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആവും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആവും. കുറച്ച് സ്ഥലത്ത് പോസിറ്റീവ് കുറച്ച് സ്ഥലത്ത് നെഗറ്റീവ് എന്നുള്ള പരിപാടി ഉണ്ടാവില്ല.
ഓക്കെ അല്ലേ? കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അവിടെ dy/dx എവിടെയെങ്കിലും 0 വരുന്ന കേസ് വരും. സോ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ dy/dx ഒന്ന് ഞാൻ എടുത്ത് എഴുതാം. അപ്പൊ dy/dx എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഓക്കെ, dy/dx നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതായത് y² - 3y ഡിവൈഡ് ബൈ അല്ലെ, ഇവിടെ നമുക്ക് dy/dx എടുക്കാൻ വേണ്ടി പറ്റില്ലടാ. യെസ്, y² - 3 ഡിവൈഡ് ബൈ x² - 4 y² - 3y ഡിവൈഡ് ബൈ x² - 4 അല്ലെ, ഇതാണ് dy/dx. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 2 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇവിടെ x² - 4 എന്ന് പറഞ്ഞ സാധനം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ഈ dy/dx നിർണ്ണയിക്കുന്ന ആരാണ്? ഈ y² - 3y ആണ്. ഈ y² - 3y പോസിറ്റീവ് ആണ് എങ്കിൽ dy/dx എപ്പോഴും പോസിറ്റീവ് ആണ്. y² - 3y നെഗറ്റീവ് ആണെങ്കിൽ dy/dx എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലെ? സോ നമുക്ക് നോക്കാം എവിടെയാണ് ഈ y² - 3y കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം y² - 3y നമ്മൾ എന്ത് ചെയ്യാണ്? കർവ് സ്കെച്ച് വരയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ അതിന്റെ വേവി കർവ് മെത്തേഡ് പ്രകാരം അതിന് ഓരോ ഇന്റർവെല്ലിലെയും സൈൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ y² - 3y 0 ആണെങ്കിൽ y 0, അതേപോലെ 3 ആണ് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെ. നമ്മൾ സാധാരണ വേവി കർവ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന പോലെ ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചു അല്ലെ. ഇതാണ് 0, ഇതാണ് എന്താ 3 അല്ലെ. നമുക്കറിയാം ഇവിടെ എന്താണ്? y² - 3y എപ്പോഴും പോസിറ്റീവ് ആണ്, ഇവിടെ എപ്പോഴും നെഗറ്റീവ് ആണ്, ഇവിടെ എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ. സോ y² - 3y എന്ന് പറഞ്ഞ ചെങ്ങാതി ഒന്നിക്കിൽ ഇവിടെ കിടക്കും, ഈ സംഭവത്തിൽ ഈ വയലറ്റ് അതിൽ കിടക്കും, അല്ലെങ്കിൽ ഈ റെഡിൽ കിടക്കും. ഇത് രണ്ടിലും എവിടെയേ കിടക്കുള്ളൂ. ഓക്കെ അല്ലേ? കാരണം y² - 3y ഒന്നുകിൽ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരിക്കണം. ഇങ്ങനെ കിടക്കില്ല. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് സ്ഥലത്ത് നെഗറ്റീവ്, മറു സ്ഥലത്ത് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ അതിനിടയിൽ ഒരു പോയിന്റ് ഉണ്ട്, 3 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അവിടെയൊക്കെ എന്താകും? ഉൾപ്പെടും. അവിടെയൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആ സാധനം എന്തായിട്ട് പോകും? നെഗറ്റീവ് 0 ആയിട്ട് പോകും. നമ്മൾ പറയാം y² - 3y ഒരിക്കലും 0 ആവാൻ വേണ്ടി പാടില്ല, ബിക്കോസ് dy/dx 0 ആയിട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നിക്കിൽ ഇവൻ ഇവിടെ കിടക്കും, അല്ലെങ്കിൽ ഇവൻ ഇവിടെ കിടക്കും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ എവിടെ കിടക്കുന്നത് തീരുമാനിക്കാൻ വേണ്ടിയാണ് അടുത്ത സാധനം തന്നിരിക്കുന്നത്. y/4 ഒന്നിക്കിൽ ഇവൻ ഇവിടെ കിടക്കും, അല്ലെങ്കിൽ എവിടെ കിടക്കൂടാ? ഇവിടെ കിടക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ അത് എവിടെ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് y/4 എന്താണ്? 3/2 എന്ന് നമ്മൾ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ y/4 3/2 എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, അതായത് എക്സ് 4 ആകുന്ന സമയത്ത് y 3/2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3/2 എന്ന് പറയുന്ന സാധനം എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയാണ്. 0-ന്റെയും 3-ന്റെയും ഇടയിലാണ് കിടക്കുന്നത് അല്ലേ? അതെ. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് y എവിടെ കിടക്കും മക്കളെ? y ബിലോങ്സ് ടു എന്താണ്? കമോൺ പറയൂ. y ബിലോങ്സ് ടു 0,3 അല്ലെ, ഈ പർട്ടിക്കുലർ ഇന്റർവെല്ലാണ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ പ്രഭവില്ല. അപ്പോ y ബിലോങ്സ് ടു 0,3 ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഓക്കെ, ശ്രദ്ധിക്കുക. y ബിലോങ്സ് ടു 0,3 ആണെങ്കിൽ y - 3 ഡിവൈഡ് ബൈ y എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം നിങ്ങൾ ഏത് വാല്യൂ ഇട്ട് കൊടുക്കുക? 2.5 ഇട്ട് കൊടുക്കുക, നമുക്ക് വിൽ ഗെറ്റ് നെഗറ്റീവ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ y ബിലോങ്സ് 0,3 ആണെങ്കിൽ y - 3 എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ y - 3 ഡിവൈഡ് ബൈ y എന്താണ്? നെഗറ്റീവ് ആണ്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ആണ് അതിന്റെ ഉള്ളിൽ വരിക. അപ്പൊ നമ്മൾ മോഡുലസ് എടുത്ത് കളയുന്ന സമയത്ത് നമ്മൾ എന്താക്കണം? എക്സ്ട്രാ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പൊ നെഗറ്റീവ് ഓഫ് y - 3 ഡിവൈഡ് ബൈ എന്ത് വരും? y എന്ന് വരും. ഓക്കെ, നൗ വി ക്യാൻ സോൾവ് ഇറ്റ്. ഓക്കെ, നമ്മൾ ഇനി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂ, നമുക്ക് എന്ത് കിട്ടും? 2^3/4. ഓക്കെ, ഓക്കെ, ഇൻറ്റു ഈ y ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇൻറ്റു y. ഓക്കെ, ഇവിടെ മൈനസ് ഓഫ് y - 3 എന്ന് പറയുമ്പോൾ y - y + 3 എന്ന് വരും. ഇനി ഈ -y നമ്മൾ ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ 2^3/4 ഇൻറ്റു y പ്ലസ് y is equal to what? 3 എന്ന് വരും. സോ y we can take outside 2^3/4 അല്ലെ, പ്ലസ് 1 is equal to what? 3 എന്ന് വരും. സോ y is equal to 3 ഡിവൈഡ് ബൈ 2^3/4 പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഓപ്ഷനെ എടുത്ത് കാണില്ല. 2^3/4 നമുക്ക് എന്താക്കാം? 2³ അല്ലെ, 8^1/4 പ്ലസ് 1 എന്നാക്കാം. ഓക്കെ അല്ലെ? അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ മക്കളെ ഈ സംഭവം നമ്മളിവിടെ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ മൊത്തത്തിൽ എന്താവാൻ സാധ്യതയുണ്ട്? ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. ഓക്കെ, റെഡി? അതാണ് ഈ ക്വസ്റ്റ്യനിലെ ട്വിസ്റ്റ്. താങ്ക് യു.